Dear students, in the previous lecture we have discussed about the specific heat of solids, and we have specifically discussed about the Einstein model of specific heat. Now we are going to discuss about the Debye model. In the Einstein model, we have used the assumptions that the frequency spectrum is such a way that all the characteristic frequencies are equal, and this model has some certain limitations. The variation of specific heat with respect to temperature is given by this curve, dashed curve. Okay, in the high temperature limit this is okay, but in the lower temperature limit it does not obey the T cube law. Okay, so Debye revised this model, Einstein's model, and come up with some new assumption. Debye assumption എന്ന് പറയുന്നത് the characteristic frequencies can take value anywhere between 0 and omega d, where omega d is an upper cutoff frequency. Okay, but this cutoff frequency is in such a way that the spectrum, the number of normal modes should be equal to 3n. Total number of normal modes should be equal to 3n. അതായത് ഈ ഇൻ്റഗ്രൽ എപ്പോഴും ജി ഒമേഗ ഡി ഒമേഗയുടെ ഇൻ്റഗ്രൽ എപ്പോഴും 3n ആയിരിക്കണം. Okay, where g omega is the number of normal modes whose frequency lies between the range omega and omega plus d omega. Now ഈ assumption spectrum number of normal modes and expression ഇവിടെ കൊടുത്തിട്ടുണ്ട് g omega d omega എന്നുള്ളതാണ്, which is having frequency between omega and omega plus d omega. Okay, അപ്പോൾ ഇനി ഇവിടെ സൗണ്ട് വേവ്സിൻ്റെ കേസിൽ ലോഞ്ചിറ്റ്യൂഡിനൽ പോളറൈസേഷനും പോസിബിളാണ്, ട്രാൻസ്വേഴ്സ് പോളറൈസേഷനും പോസിബിളാണ്. അതായത് ലോഞ്ചിറ്റ്യൂഡിനൽ വേവ്സും ഉണ്ടാവും, ട്രാൻസ്വേഴ്സ് വേവ്സും ഉണ്ടാവും. ഈ ട്രാൻസ്വേഴ്സ് വേവിന് തന്നെ ഡബിൾ മൾട്ടിപ്ലിസിറ്റി ഉണ്ടായിരിക്കും. അതായത് പ്രൊപ്പഗേഷൻ ഡയറക്ഷന് പെർപെൻഡിക്കുലറായിട്ട് എക്സ് വൈ ഡയറക്ഷനിൽ പോളറൈസ് ചെയ്യാൻ കഴിയും. അതുപോലെ തന്നെ ലോഞ്ചിറ്റ്യൂഡിനൽ ഡയറക്ഷനിൽ ഡീജനറസി ഉണ്ടായിരിക്കില്ല, പക്ഷേ ഒരു ലോഞ്ചിറ്റ്യൂഡിനൽ പ്രൊപ്പഗേഷൻ ഡയറക്ഷനിലും അതിന് വേണമെങ്കിൽ ട്രാവൽ ചെയ്യാം. ഓക്കെ, സോ നമുക്കിവിടെ ഒരു സി എന്നുള്ളൊരു ഫാക്ടർ ഉണ്ട്. സി ആക്ച്വലി ഇത് പ്രൊപ്പഗേഷൻ വെലോസിറ്റി ആയിരുന്നു. അപ്പോൾ ലോഞ്ചിറ്റ്യൂഡിനൽ വേവ്സിൻ്റെ വെലോസിറ്റി സി എൽ എന്നും ട്രാൻസ്വേഴ്സിൻ്റെ വെലോസിറ്റി സി ടി എന്നും എഴുതുകയാണെങ്കിൽ നേരത്തെ കൊടുത്തിരിക്കുന്ന ഇൻ്റഗ്രൽ, അതായത് 0 to omega d g omega d omega, അത് 3n ആവണമായിരുന്നു. ആ ഇൻ്റഗ്രൽ നമ്മൾ ഒന്നുകൂടി റീറൈറ്റ് ചെയ്യുന്നു, ബിക്കോസ് ഈ ലോഞ്ചിറ്റ്യൂണൽ വേവ്സിൻ്റെയും ട്രാൻസ്വേഴ്സ് വേവിൻ്റെയും വെലോസിറ്റി ഡിഫറൻ്റ് ആണെന്നുള്ള അസംഷനിൽ. ഓക്കെ, അപ്പോൾ അങ്ങനെ എടുക്കുകയാണെങ്കിൽ വി ഒമേഗ സ്ക്വയർ ഡി ഒമേഗ 2π സ്ക്വയർ, ലോഞ്ചിറ്റ്യൂണൽ വേവ്സ് ആണെങ്കിൽ അതിൻ്റെ മൾട്ടിപ്ലിസിറ്റി 1 ആണ്. അതായത് മൾട്ടിപ്ലിസിറ്റി ഇല്ല, ഒറ്റൊരു മോഡ് മാത്രമേ ഉണ്ടാവുള്ളൂ. ട്രാൻസ്വേഴ്സ് വേവിന് 2 മൾട്ടിപ്ലിസിറ്റി ഉണ്ട്, മൾട്ടിപ്ലിസിറ്റി ഫാക്ടർ 2 ആണ്, അതിവിടെ കൊടുത്തു. ഓക്കെ, ബാക്കിയുള്ളത് എക്സ്പ്രഷൻ അതുപോലെ എഴുതി, വി സ്ക്വയർ ഡി ഒമേഗ 2π സ്ക്വയർ സി ടി എന്ന് എഴുതി. വി എന്നുള്ളത് കോമൺ ഫാക്ടർ ഇവിടെ എഴുതിയിട്ടുണ്ട്. സോ ദിസ് ഷുഡ് ബി ഈക്വൽ ടു 3n. ഇനി ഇത് നമുക്ക് ഇൻ്റഗ്രേറ്റ് ചെയ്യാവുന്നതേ ഉള്ളൂ, കാരണം ഇതെല്ലാം കോൺസ്റ്റൻസ് ആണ്. വിയും 2π സ്ക്വയർ സി എൽ ക്യൂബ് ഒക്കെ കോൺസ്റ്റൻ്റ് ആണ്. ഒമേഗ സ്ക്വയർ ഇൻ്റഗ്രേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഒമേഗ ഡി ക്യൂബ് ബൈ 3 എന്ന് വരും. അപ്പോൾ 2 ടേമായിട്ട് എഴുതി. ഈ ടേമിൻ്റെ വ്യത്യാസം എന്ന് പറയുന്നത് സി എല്ലും സി ടിയും 2 ഡിഫറെൻറ്റ് വെലോസിറ്റീസ് ആണ് എന്നുള്ളതാണ്. ഓക്കെ, ഇത് നമുക്ക് സിംപ്ലിഫൈ ചെയ്യാം. സിംപ്ലിഫൈ ചെയ്തിട്ട് ഇങ്ങനെ ഒരു എക്സ്പ്രഷൻ കിട്ടും. അതിൽ നിന്ന് ഒമേഗ ഡി ക്യൂബിന് ഒരു എക്സ്പ്രഷൻ കണ്ടുപിടിക്കാം. സോ അതിനിങ്ങനെ എഴുതി. ഇനി ഇതിൻ്റെ സ്പെക്ട്രത്തിൻ്റെ ടേംസിലേക്ക് എഴുതാൻ വേണ്ടിയിട്ട് ഈ 8n എന്നുള്ളത് 9n ഇൻറ്റു 2π സ്ക്വയർ ബൈ വി ഇൻറ്റു സി എന്നുള്ളൊരു ഫാക്ടർ പോലെ എഴുതി. ജി ഒമേഗ എന്ന് പറഞ്ഞാൽ നമുക്ക് അറിയാവുന്ന എക്സ്പ്രഷനാണ്. ഇതാണ് എക്സ്പ്രഷൻ. അതിൽ ഒമേഗ സ്ക്വയർ ബൈ ജി ഒമേഗ എന്ന് പറഞ്ഞാൽ 2π സ്ക്വയർ വി ബൈ സി ഇൻറ്റു സി ക്യൂബ് ആയിരുന്നു. അപ്പോൾ ഇവിടെ നമുക്ക് 2π സ്ക്വയർ ബൈ വി എന്നുള്ളൊരു ഫാക്ടർ ഉണ്ട്. ഓക്കെ, അപ്പോൾ ഇതിന് നമുക്ക് വേണമെങ്കിൽ ഇവിടെ എന്താ ഉള്ളത്, 1/cയുടെ റേസ് ടു മൈനസ് 1. അപ്പോൾ ദിസ് ഇസ് അപ്രോക്സിമേറ്റ്ലി ഈക്വൽ ടു ഇൻറ്റു മൾട്ടിപ്ലൈഡ് ബൈ വെലോസിറ്റി എന്നുള്ള ഫോമിലാണ് വരുന്നത്. ഓക്കെ, അപ്പോൾ ഈ ഒരു ഫാക്ടറിനെ നമുക്ക് മാറ്റിയിട്ട് ഒമേഗ സ്ക്വയർ ബൈ ജി ഒമേഗ എന്ന് എഴുതാം. അപ്പോൾ ഡിബൈ സ്പെക്ട്രത്തിനെ നമുക്ക് ഡിഫൈൻ ചെയ്യുന്നത് 9n ഒമേഗ സ്ക്വയർ ജി ഒമേഗ ഇങ്ങോട്ട് കൊണ്ടുപോകണമെങ്കിൽ ഒമേഗ ഡി ക്യൂബ് താഴെ വരും, ഒമേഗ ഡി ക്യൂബ് എന്ന് വരും, ഫോർ ഒമേഗ ലെസ് ദാൻ ഒമേഗ ഡി. അതായത് ക്യാരക്ടറിസ്റ്റിക് ഫ്രീക്വൻസി കട്ട് ഓഫ് ഫ്രീക്വൻസിയെക്കാട്ടിലും കുറവാണെങ്കിൽ അതിൻ്റെ സ്പെക്ട്രത്തിലുള്ള വാല്യൂ എന്ന് പറയുന്നത് ഇതായിരിക്കും.
ഇനി ക്യാരക്ടറിസ്റ്റിക് ഫ്രീക്വൻസി കട്ട് ഓഫ് ഫ്രീക്വൻസിക്ക് മേലെയാണെങ്കിൽ നമ്പർ ഓഫ് അത്തരത്തിലുള്ള നമ്പർ ഓഫ് നോർമൽ മോഡ്സിൻ്റെ എണ്ണം 0 ആയിരിക്കും. ഓക്കെ, സോ ഇതാണ് ഡിബൈ സ്പെക്ട്രം എന്ന് പറയുന്നത്. നമുക്കിനി ഇൻ്റഗ്രേറ്റ് ചെയ്യാൻ സ്പെസിഫിക് ഹീറ്റ് കാണാൻ വേണ്ടിയിട്ട് ഇൻ്റഗ്രേഷൻ്റെ ഫാക്ടറാണ് നമ്മൾ ഇപ്പോൾ ഡിഫൈൻ ചെയ്തിട്ടുള്ളത്. പിന്നെ സ്പെക്ട്രം ഡിബൈ സ്പെക്ട്രം എന്ന് പറയും. ഓക്കെ, അപ്പോൾ ഇവിടെ നമ്മൾ എടുത്തിരിക്കുന്ന കട്ട് ഓഫ് ഫ്രീക്വൻസി ലോഞ്ചിറ്റ്യൂണൽ വേവിൻ്റെയും ട്രാൻസ്വേഴ്സ് വേവിൻ്റെയും കട്ട് ഓഫ് ഫ്രീക്വൻസി സെയിം ആയിട്ടാണ് എടുത്തിരിക്കുന്നത്. പക്ഷേ ആക്ച്വൽ സിറ്റുവേഷനിൽ ലോഞ്ചിറ്റ്യൂണൽ വേവിനും ട്രാൻസ്വേഴ്സ് വേവിനും ഡിഫറെൻറ്റ് കട്ട് ഓഫ് ഫ്രീക്വൻസി പോസിബിളാണ്. ഓക്കെ, അപ്പോൾ അത് കൂടി കൺസിഡർ ചെയ്യുകയാണെങ്കിൽ ലോഞ്ചിറ്റ്യൂണൽ വേവിൻ്റെ എണ്ണം നമ്പർ ഓഫ് നോർമൽ മോഡ്സ് ഇത്രയും നോർമൽ മോഡ്സ് n നോർമൽ മോഡ്സ് ഉണ്ടാവും. ട്രാൻസ്വേഴ്സ് വേവിൽ 2n നോർമൽ മോഡ്സ് ഉണ്ടാവും. അപ്പോൾ ടോട്ടൽ 3n നോർമൽ മോഡ്സ് ഉള്ളതിൽ n ലോഞ്ചിറ്റ്യൂഡിനലും 2n ട്രാൻസ്വേഴ്സും ആയിരിക്കും. 2n ആവാൻ കാര്യം അതിൻ്റെ മൾട്ടിപ്ലിസിറ്റി 2 ഉള്ളതുകൊണ്ടാണ് 2n എന്നുള്ളൊരു ഫാക്ടർ 2 എന്നുള്ളൊരു ഫാക്ടർ അതിൽ വരുന്നത്. പക്ഷേ ഈ രണ്ട് കട്ട് ഓഫ് ഫ്രീക്വൻസിയും ദേ ബോത്ത് കറസ്പോണ്ട് ടു ദ സെയിം വേവ് ലെങ്ത് വിച്ച് ഈസ് ഡിഫൈൻഡ് ബൈ മിനിമം വേവ് ലെങ്ത് ഈസ് ഡിഫൈൻഡ് ബൈ 4πv/3n raised to 1/3. ഓക്കെ, ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപ്രോക്സിമേറ്റ്ലി ഈക്വൽ ടു ഇൻ്റർ ഡിസ്റ്റൻസ് ഇൻ ദ സോളിഡാണ്. അത് കുറച്ചുകൂടി റീസണബിൾ ആണ്. കാര്യം സോളിഡിൻ്റെ കേസിൽ നമ്മൾ ഇൻ്റർ അറ്റോമിക് ഡിസ്റ്റൻസിൽ, അതായത് ലാറ്റിസ് കോൺസ്റ്റൻ്റ് എന്നൊക്കെ പറയുന്ന ആ ഒരു മിനിമം അത്രയെങ്കിലും ഓർഡറിലായിരിക്കണം വേവ് ലെങ്ത്ത് ഉണ്ടാവേണ്ടത്. അല്ലെങ്കിൽ അത് മീനിങ്ലെസ് ആണ് അങ്ങനെ പറയുന്നത്. ഓക്കെ, നൗ ഡിബൈ അപ്രോക്സിമേഷൻ. അപ്പോൾ നമ്മൾ ഡിബൈ സ്പെക്ട്രം കണ്ടുപിടിച്ചു. അപ്പം നമുക്ക് സ്പെസിഫിക് ഹീറ്റിൻ്റെ എക്സ്പ്രഷൻ ഉണ്ട്. ഇനി വോളിയം, വെരി ലാർജ് വോളിയം എടുക്കുകയാണെങ്കിൽ എനർജി ലെവൽസൊക്കെ വെരി ക്ലോസ്ലി പാക്ഡ് ആയിരിക്കും. അപ്പോഴാണ് നമ്പർ ഓഫ് നോർമൽ മോഡ്സിൻ്റെ ഉപയോഗം വരുന്നത്. കാരണം ഈ സമ്മേഷൻ മാറ്റിയിട്ട് നമ്മൾ ഇൻ്റഗ്രേഷൻ ആക്കി മാറ്റി എഴുതി എന്നിട്ട് gω dω കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തിട്ട് ഇൻ്റഗ്രേറ്റ് ചെയ്യണം. ഓക്കെ, അപ്പോൾ അത് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ ഫാക്ടർ അതുപോലെ എഴുതി എന്നിട്ട് gω dω അവിടെ ഡിബൈ സ്പെക്ട്രം സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. ദാറ്റ് ഈസ് 9n ω²/ω d³ എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. ഓക്കെ, ഇനി ഇവിടെ ഒരു ചേഞ്ച് ഓഫ് വേരിയബിൾ കൊടുക്കുക. h×ω/kT എന്നുള്ളതിന് x എന്ന് കൊടുത്തു. അതുപോലെ തന്നെ x0 എന്നുള്ളൊരു ഫ്രീക്വൻസി ഡിഫൈൻ ചെയ്യാം. ദാറ്റ് ഈസ് h×ω/d/kT. ആ വാല്യൂവിന് x0 എന്ന് കൊടുത്തു. ഇനി ഈ സബ്സ്റ്റിറ്റ്യൂഷൻസ് ഇവിടെ നടത്തുകയാണെങ്കിൽ നമുക്ക് കാണാൻ പറ്റും 3nk kT³ h×³ 3/ω/d³ x⁻⁴ e⁻x dx e⁻x−1 the whole square. ഓക്കെ, ഈ ഒരു ഫാക്ടറെല്ലാം വന്നിട്ടുണ്ട് ഇവിടെ. ഇനി ദാറ്റ് ഈസ് ഈക്വൽ ടു ഇതിനൊന്നുകൂടി സിംപ്ലിഫൈ ചെയ്യാം. ഈ x0 കൂടി ഉൾപ്പെടുത്തുകയാണെങ്കിൽ ഇപ്പം ഇവിടെ ആദ്യത്തെ ഇൻ്റഗ്രലിൻ്റെ അപ്പർ ലിമിറ്റ് മാറിയിട്ടുണ്ട്. ആദ്യം ω d ആയിരുന്നു. ചേഞ്ച് ഓഫ് വേരിയബിൾ നടത്തുന്ന സമയത്ത് ഇവിടെ ω d കൊടുക്കുമ്പോൾ എക്സിൻ്റെ ലിമിറ്റ് h×ω/d/kT ആണ്. അങ്ങനെയാണ് ഇവിടെ അപ്പർ ലിമിറ്റ് വന്നിരിക്കുന്നത്. ഇനി ഇതൊന്നുകൂടി സിംപ്ലിഫൈ ചെയ്യാം. 3nk 3/x⁻³ അതായത് ഇവിടെ ഇത് മൂന്നും കൂടി കമ്പൈൻ ചെയ്തിട്ടാണ് x⁻³ എന്ന് എഴുതിക്കുന്നത്. 0 to x0 x⁻⁴ ഇങ്ങനെ എഴുതി. അതിൽ ഈ കൊടുത്തിരിക്കുന്ന 3x³ തൊട്ട് ഈ ഇൻ്റഗ്രൽ അടങ്ങുന്ന ഫംഗ്ഷനെയാണ് ഡിബൈ ഫംഗ്ഷൻ എന്ന് നമ്മൾ ഡിഫൈൻ ചെയ്യുന്നത്. ഓക്കെ, ഡിബൈ ഫംഗ്ഷൻ. ഇനി നമ്മൾ ചെയ്യേണ്ടത് ഡിഫറെൻറ്റ് ലിമിറ്റ്സിൽ ഡിബൈ ഫംഗ്ഷൻ എങ്ങനെ ബിഹേവ് ചെയ്യുന്നു എന്ന് കാണണം. അതിന് മുന്നായിട്ട് ഡിബൈ ഫംഗ്ഷൻ ഒന്നുകൂടി സിംപ്ലിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് ഈ ഫംഗ്ഷനെ ഇൻ്റഗ്രേറ്റിംഗ് ബൈ പാർട്സ് ചെയ്യുക. അപ്പോൾ ഫസ്റ്റ് ഫംഗ്ഷനായിട്ട് x⁻⁴ എടുക്കുക, സെക്കൻഡ് ഫംഗ്ഷനായിട്ട് ഇതെടുക്കാം. ഓക്കെ, അപ്പോൾ x⁻⁴ ഇൻ്റഗ്രൽ ഓഫ് സെക്കൻഡ് മൈനസ് ഡെറിവേറ്റീവ് ഓഫ് ഫസ്റ്റ് ദാറ്റ് ഈസ് 4x³ ഇൻറ്റു ഇൻ്റഗ്രൽ ഓഫ് സെക്കൻഡ് ഇതിൻ്റെ ഇൻ്റഗ്രൽ കൊടുത്തു dx. ഇനി ഇതൊന്ന് സിംപ്ലിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ ഈ ഒരു ഇൻ്റഗ്രൽ മാത്രം, കാര്യം ഇത് രണ്ട് സ്ഥലത്ത് വരുന്നുണ്ട്, ഇവിടെയും വരുന്നുണ്ട് ഇവിടെയും വരുന്നുണ്ട്. അപ്പോൾ ഈ ഇൻ്റഗ്രൽ മാത്രം ചെയ്യുകയാണെങ്കിൽ ഇതെങ്ങനെ ചെയ്യാം? e⁻x−1ന് t എന്ന് കൊടുക്കുക. അപ്പോൾ e⁻x dx എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ dt ആയിരിക്കും. അപ്പോൾ ഇവിടെ dt എന്ന് വന്നു, ഇവിടെ താഴെ t² എന്ന് വന്നു. അത് ഇൻ്റഗ്രേറ്റ് കഴിഞ്ഞാൽ -1/t എന്ന് വരും. 1/t എന്ന് പറഞ്ഞാൽ -1/t എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ e⁻x−1. ഇതാണ് അതിൻ്റെ ആൻസർ. അപ്പം ഫസ്റ്റത്തെ ടേമിൽ 3x⁻³ ഇൻറ്റു x⁻⁴. ഇവിടെ നമുക്ക് കിട്ടുന്ന ആൻസർ -e⁻x−1 0 to x0.
ഇനി ഇവിടെ ഒരു മൈനസ് സൈൻ ഉണ്ട്, ഇതിൻ്റെ കൂടെ ഒരു മൈനസ് സൈൻ ഓൾറെഡി ഉണ്ട്, അതുകൂടി സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് പ്ലസ് ആയി 4x ക്യൂബ്. ഇവിടെയും നമുക്ക് e⁻x−1 dx എന്ന് വരും. ഓക്കെ, അപ്പോൾ ആ കിട്ടിയിരിക്കുന്നതാണ്. അതിൻ്റെ കൂടെ ഈ ഒരു എക്സ് ക്യൂബ് കൂടി ഉണ്ട്. ഓക്കെ, 4x ക്യൂബ് e⁻x−1 x ക്യൂബ് ഡിവൈഡ് ബൈ e⁻x−1 dx. ഇനി ഇതൊന്ന് സിംപ്ലിഫൈ ചെയ്യാം. x0ക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. അപ്പോൾ -x0⁴ 0 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്ന സമയത്ത് ഈ ടേം പോയി, അതായത് ഇതിൻ്റെ ലോവർ ലിമിറ്റ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്ന ടേം പോയി, ബാക്കിയുള്ളത് ഇവിടെ എഴുതി. അപ്പോൾ dx0 ഡിബൈ ഫംഗ്ഷൻ എന്ന് പറയുന്നത് ഈ രണ്ട് ടേമിൻ്റെ സമ്മായിരിക്കും. ഓക്കെ, നൗ വി ടേക്ക് ദ ഡിഫറെൻറ്റ് കേസസ്. വെരി ഹൈ ടെമ്പറേച്ചറിൽ എന്താ സംഭവിക്കുക? വെൻ ടെമ്പറേച്ചർ ഈസ് വെരി മച്ച് ഗ്രേറ്റർ ദാൻ ദ ഡിബൈ ടെമ്പറേച്ചർ, x0 എന്നുള്ളത്, അപ്പോൾ ടെമ്പറേച്ചർ എങ്ങനെ ഡിഫൈൻ ചെയ്തിരിക്കുന്നത്? ഇവിടെയാണ് ടെമ്പറേച്ചർ ഡിഫൈൻ ചെയ്യുന്നത്. ടെമ്പറേച്ചർ വളരെ കൂടുകയാണെങ്കിൽ അപ്പോൾ ടെമ്പറേച്ചർ എങ്ങനെയാണ് ഡിഫൈൻ ചെയ്തിരിക്കുന്നത്? h×ωd/kT എന്നുള്ളത് ദാറ്റ് ഈസ് ഈക്വൽ ടു എക്സ് ആൻഡ് ദാറ്റ് ഈസ് ഈക്വൽ ടു θd/t ആണ്. ഓക്കെ, സോ ടെമ്പറേച്ചർ വളരെ കൂടുതലാണ് നിൽക്കുക, അപ്പോൾ ഡിബൈ ടെമ്പറേച്ചറാണ്. അപ്പോൾ എക്സ് എന്ന് പറയുന്നത് വളരെ ചെറുതായിരിക്കും. ഓക്കെ, അപ്പോൾ ഡിബൈ ഫംഗ്ഷനെ നമുക്കൊരു സീരീസ് എക്സ്പാൻഷൻ്റെ ടേംസിൽ എഴുതാം. ആ സീരീസ് ഇങ്ങനെയാണ് പോകുന്നത്: 1 - x02/20 + എക്സെട്ര. അപ്പോൾ ഇത് അനാലിസിസ് ചെയ്തെടുക്കാൻ കുറച്ച് പ്രയാസമുണ്ട്, അപ്പോൾ കുറച്ച് ലെങ്തിയാണ്. അപ്പോൾ തൽക്കാലം ഈ സീരീസ് ഇത്രയും ആദ്യത്തെ രണ്ട് ടേമെങ്കിലും ഓർത്ത് വയ്ക്കാം. അപ്പോൾ എക്സ് വളരെ ചെറുതാകുമ്പോൾ നമുക്കിത് വേണമെങ്കിൽ നെഗ്ലക്റ്റ് ചെയ്യാം. അപ്പോൾ dx0 എന്നുള്ളത് 1 ടെൻസ് ടു 1 വെൻ അറ്റ് വെരി ഹൈ ടെമ്പറേച്ചർ. ഓക്കെ, അതായത് ക്ലാസിക്കൽ ലിമിറ്റിലാണ്. ക്ലാസിക്കൽ ലിമിറ്റിൽ dx0 1 ആവുന്ന സമയത്ത് സ്പെസിഫിക് ഹീറ്റിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് dx0 1 ആണെങ്കിൽ ദാറ്റ് ഈസ് ഈക്വൽ ടു 3nk. 3nk എന്ന് വരും. 3nk എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് ഈക്വൽ ടു 3R ആണ്. സോ ദിസ് ഈസ് ഡിലോങ് പെറ്റിറ്റ്സ് ലോ. ദ സ്പെസിഫിക് ഹീറ്റ് ഓഫ് ഓൾ ദ സോളിഡ് ഈസ് കോൺസ്റ്റൻറ്റ് വിച്ച് ഈസ് 3R. ഓക്കെ, അതാണ് ഡിലോങ് പെറ്റിറ്റ് ലോ പറയുന്നത്. ക്ലാസിക്കൽ റിസൾട്ട് അത് തരുന്നുണ്ട് വെരി ഹൈ ടെമ്പറേച്ചറിൽ. ഇനി ഒരു ലോ ടെമ്പറേച്ചറിൽ എന്താ സംഭവിക്കുന്നത്? ലോ ടെമ്പറേച്ചർ എന്ന് പറയുമ്പോൾ ടെമ്പറേച്ചർ ഈസ് വെരി മച്ച് ലെസ് ദാൻ ഡിബൈസ് ടെമ്പറേച്ചർ. അപ്പോൾ അങ്ങനെ വരുന്ന സമയത്ത് x0 ഈസ് വെരി മച്ച് ഗ്രേറ്റർ ദാൻ 1. അപ്പോൾ ഡിബൈ ഫംഗ്ഷൻ എന്ത് സംഭവിക്കും? x0 വെരി മച്ച് ഗ്രേറ്റർ ദാൻ 1 ആകുമ്പോൾ e⁻x0 എന്നുള്ളൊരു ബിഗ് നമ്പറാണ്. അപ്പോൾ ഡിനോമിനേറ്ററിൽ ഒരു ബിഗ് നമ്പർ വരുന്ന ഈ ടേം 0 ടെൻഡിങ് ടു 0 ആയിരിക്കും. ഓക്കെ, ഇനി ഇവിടെ എന്താ സംഭവിക്കുന്നത്? 12/x0³ അതുപോലെ x0 എന്നുള്ളത് ഇൻഫിനിറ്റി ആയിട്ട് എഴുതാം, കാരണം x0 എന്നുള്ളത് ഒരു ബിഗ് നമ്പറാണ്. അപ്പോൾ 0 to ∞ x³ dx/e⁻x−1 എന്ന് വരും. അതൊരു സ്റ്റാൻഡേർഡ് ഇൻ്റഗ്രലാണ്. അതിൻ്റെ വാല്യൂ എന്ന് പറയുന്നത്, പിന്നെ ടോട്ടൽ വാല്യൂ എന്ന് പറയുന്നത് 4π⁴/5x0³ ആണ്. അപ്പോൾ അതിന് എഴുതുകയാണെങ്കിൽ x0³ എന്നുള്ളതിനെ നമുക്ക് θd/t എന്ന് എഴുതാം. അപ്പോൾ t മേലെ വരും, t/θd³ എന്നുള്ള ഫോമിലാണ് വരുന്നത്. അപ്പോൾ ലോവർ ടെമ്പറേച്ചറിൽ ഇതിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് 3nk × 4π⁴/5 t/θd³ എന്ന് വരും. സോ ദാറ്റ് ഈസ് യു ക്യാൻ സിംപ്ലിഫൈ ആൻഡ് ഫൈൻഡ് ഔട്ട് ദിസ് എക്സ്പ്രഷൻ. ഫൈനലി ഇതെല്ലാം കോൺസ്റ്റൻസ് ആണ്. അതിൻ്റെ വാല്യൂസ് എല്ലാം സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇങ്ങനെ എഴുതാൻ പറ്റും: CV സ്പെസിഫിക് ഹീറ്റ് ഓഫ് സോളിഡ് അറ്റ് എ വെരി ലോ ടെമ്പറേച്ചർ ഇൻ ദ കേസ് ഓഫ് ഡിബൈ മോഡൽ എന്ന് പറയുന്നത് ദാറ്റ് ഈസ് പ്രൊപ്പോർഷണൽ ടു T³. ഓക്കെ, സോ സ്പെസിഫിക് ഹീറ്റ് ഓഫ് ദ സോളിഡ് അറ്റ് വെരി ലോ ടെമ്പറേച്ചർ ഒബേസ് ദ ഡിബൈ T³ ലോ എന്ന് നമുക്ക് പറയാം. അപ്പോൾ ഡിബൈക്ക് ഇതിന് കറക്റ്റായിട്ട് എക്സ്പെരിമെൻ്റൽ വാല്യൂസിന് മാച്ചിങ് ആയിട്ടുള്ള ഒരു മോഡൽ പ്രെഡിക്റ്റ് ചെയ്യാൻ കഴിഞ്ഞിട്ടുണ്ട്. ഓക്കെ, സോ ഇതാണ് നമ്മളുടെ ഇന്നത്തെ ലെക്ചറിൻ്റെ ഒരു സമ്മറി. ഓക്കെ, അപ്പോൾ നമ്മൾ സ്പെസിഫിക് ഹീറ്റ് ഓഫ് സോളിഡ് പഠിക്കാൻ വേണ്ടിയിട്ട് ആദ്യം ക്ലാസിക്കൽ റിസൾട്ട് ഉണ്ട്, ദാറ്റ് ഈസ് ഹൈ ടെമ്പറേച്ചറിൽ 3R ആണ്. അതുപോലെ ലോവർ ടെമ്പറേച്ചറിൽ സ്പെസിഫിക് ഹീറ്റ് ഷുഡ് ഗോസ് ടു 0. അത് ഐൻസ്റ്റീൻ മോഡൽ വരുന്ന സമയത്ത് അപ്രോക്സിമേറ്റ്ലി അതിനോട് മിമിക് ചെയ്യുന്ന ഒരു വാല്യൂ നമുക്ക് കിട്ടി. ഒരു ലോ ടെമ്പറേച്ചറിൽ സ്പെസിഫിക് ഹീറ്റ് 0ലേക്ക് പോകുന്നുണ്ട്. പക്ഷേ
വെരി ലോ ടെമ്പറേച്ചറിൽ അതൊരു ടി ക്യൂബ് ലോ ഒബേ ചെയ്യുന്നില്ല. അപ്പം ഡിബൈ ഐൻസ്റ്റീൻ്റെ അസംഷൻ, അതായത് അസംഷൻ അബൌട്ട് ദ ഫ്രീക്വൻസി സ്പെക്ട്രം ഒന്നുകൂടി മോഡിഫൈ ചെയ്തിട്ട് ഡിബൈയുടെ ഒരു അസംഷൻ കൊണ്ടുവന്നിട്ട് ആ ഒരു ടി ക്യൂബ് ലോ ഒബേ ചെയ്യുന്ന ഒരു റിസൾട്ടാണ് നമുക്കിപ്പോൾ കിട്ടിയിരിക്കുന്നത്. ഓക്കെ, so I hope you understood the lecture. Thank you.